ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നീട് ഇടക്കാലത്ത് പലരെയും നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഫോർച്യുനേറ്റ്ലി എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ്. പണ്ട് കഥ കേട്ടിരുന്ന പലരും വീണ്ടും ഇപ്പോൾ കഥ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പലരും മെസ്സേജ് അയക്കാറുണ്ട്. പല ആൾക്കാരും, പുതിയ ആൾക്കാരും ഒരു ദിവസം ഒരുപാട് കഥകൾ നമുക്ക് കിട്ടാറുണ്ട്. ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ വായനക്കാരാണ് കഥ എഴുതുന്നതും നമുക്ക് കഥ എഴുതി അയച്ചു തരുന്നതും. അപ്പോൾ തുടർന്നും നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഇന്ന് പറയാൻ പോകുന്ന കഥ നമ്മൾ 2 ദിവസം മുമ്പ് ഒരു കഥ അപ്ലോഡ് ചെയ്തിരുന്നു. കലിപ്പൻ ദേവനാരായണനും കലിപ്പത്തി ദേവഭദ്ര ടീച്ചറും എന്ന കഥ. ആ കഥ ഒരു പാർട്ട് കൊണ്ട് അവസാനിച്ച കഥയായിരുന്നു. പക്ഷേ അതിനിടയിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി KP അതിനൊരു അവസാന പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ കഥയിലേക്ക്. കലിപ്പൻ ദേവനാരായണനും കലിപ്പത്തി ദേവഭദ്ര ടീച്ചറും. രചന KP. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. ഭദ്രയും രുദ്രനും സഞ്ജു അകത്തേക്ക് കയറിയതും കണ്ടു കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരെ. ആ, നിങ്ങൾ വന്നോ? എന്തായി മോളെ തീരുമാനം? രുക്മിണി ചോദിച്ചു. എനിക്ക് കല്യാണത്തിന് സമ്മതമാണമ്മേ, അവളൊരു പുൻചിരിയോടെ പറഞ്ഞു. എല്ലാവരിലും സന്തോഷം നിറഞ്ഞ ചിരിയോടെ രാഘവനോടും രുക്മിണിയോടും സംസാരിക്കുന്ന ഭദ്രയെ കണ്ണിമച്ചിമാതെ രുദ്രൻ നോക്കി നിന്നു. എടാ വിടക്കെ, അതിനിങ്ങനെ നോക്കി കൊല്ലാതെ, ഇങ്ങനെ നോക്കിയാൽ കെട്ടാൻ പെണ്ണില്ലാതെയാവും, സഞ്ജു രുദ്രന്റെ ചെവിയിൽ പറഞ്ഞു. ഒന്ന് പോയടാ, നിനക്കിതുവരെ എന്ത് യോഗ്യതയുണ്ടടാ? ആ മാളുവിന്റെ പുറകെ നീ നടന്നല്ലേ? അല്ല, പറയുമ്പോഴോ ദേവക്കറിയില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. അതും പറഞ്ഞ് രുദ്രൻ ഭദ്രയെ വിളിക്കാനാഞ്ഞതും. ആ വിടക്കെ, വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞങ്ങളുടെ കാര്യത്തിൽ അഞ്ചത്തിലും ആള് പറഞ്ഞോളൂ, ദൈവത്തെ ഓർത്ത് കൊള്ളാക്കരുത്, സഞ്ജു ദയനീയമായി പറഞ്ഞു. ആ, ഈ ഭയം എപ്പോഴും നല്ലതാ, രുദ്രൻ പുച്ഛിച്ചു. അപ്പൊ ശരി അന്ത്ര, ഞങ്ങൾ ഇറങ്ങുക. ജോലിസിനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കിച്ചിട്ട് ഞാൻ വിളിക്കാം. പോട്ടെ മോളെ, രാഘവൻ പറഞ്ഞു. ആ, എങ്കിലും അങ്ങനെ ആവട്ടെ, ചന്ദ്രനും പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കാറിൽ കയറുന്നതിന് മുന്നേ ഭദ്രയുടെ കാതിൽ രഹസ്യമായി രുദ്രൻ പറഞ്ഞു. അതെ, ആ ബാനർ അഴിച്ചു മാറ്റിയത്, ഇനി അതിന്റെ ആവശ്യമില്ല. നിറഞ്ഞ ചിരിയായിരുന്നു ഭദ്രയുടെ മറുപടി. രാത്രിയിൽ ലാപ്പിൽ പിറ്റേ ദിവസത്തേക്കുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു ഭദ്ര. അപ്പോഴാണ് അവിടെ ഫോൺ റിങ് ചെയ്തത്. മാളുവാണ്. ഭദ്രയെ, തേനും പാലും ഒഴിക്കുകയാണ് മാളുവിന്റെ വിളി. നീ മിണ്ടരുത്, ഞാൻ അല്ലെങ്കിലും നിന്നെ ഒന്ന് വിളിക്കാതിരിക്കായിരുന്നു. നീയും കൂടെ അറിഞ്ഞോണ്ടാണല്ലേടി ഇത് ദേവേട്ടനെ കാണാമെന്ന്. എടി അത് അല്ല, മോളിപ്പ എന്താ വിളിച്ചേ? ദേവേട്ടെന്ന്. അവളൊന്ന് ആകി ചിരിച്ചു. ഒന്ന് പോടി. സമാധാനം, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു, മാളു മനസ്സിലോർത്തു. അല്ല, നീ എന്തിനാ വിളിച്ചേ? എടി, നാളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താ ഇപ്പൊ പറഞ്ഞ? അത് നേരിട്ട് പറയണം. അതാ. മാളൊന്ന് പരിങ്ങി. ശരിയടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കുറച്ച് നിമിഷങ്ങൾക്കകം വീണ്ടും ഭദ്രയുടെ ഫോൺ ശബ്ദിച്ചു. ഇതിപ്പോ ആരാ? അൺനോൺ നമ്പറാണല്ലോ. അവൾ ഫോൺ എടുത്തു. ഹലോ, ഏയ് ആംഗ്രി ബേർഡ്. മറുതലക്കിൽ നിന്നുള്ള രുദ്രന്റെ ശബ്ദം അവളെ ഒന്ന് പരവേശപ്പെടുത്തി. ഓ, സാറായിരുന്നോ? എന്താണാവോ? സാറോ? ആരുടെ സാറ്? ഇന്ന് ഇങ്ങനെയല്ലല്ലോ മോളെന്നെ വിളിച്ച്. പിന്നെ എങ്ങനെയാ വിളിച്ചേ? ഭദ്ര നിഷ്കളങ്കമായി ചോദിച്ചു. ദേവാ, കളിക്കരുത്, ഒന്നുകൂടെ വിളിക്കടോ. അങ്ങനെ ദേവേട്ടനെന്ന് അവളുടെ നാവിൽ നിന്ന് ഒന്നുകൂടെ കേൾക്കാൻ അവന് വല്ലാത്തൊരു മോഹം. പക്ഷെ ഭദ്രയും വിട്ടുകൊടുക്കില്ല. അല്ല, എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി, ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നല്ലല്ലോ കിട്ടാതിരിക്കാൻ. താ വിഷയം ഒന്നും മാറ്റണ്ട, വിളിക്കടോ ഒന്നുകൂടെ. പുച്ഛിച്ച് പറഞ്ഞു തുടങ്ങിയവന്റെ ശബ്ദം അവസാനം ക്യാൻസലായി. ഭദ്ര അടക്കി ചിരിച്ചു. എനിക്ക് സൗകര്യമില്ല, പോയി പ്രസിഡന്റിനോട് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ വിളിക്കുമായിരിക്കും. നിന്നെ എന്റെ കൈ കിട്ടൂടി. അവൻ കെറുവോടെ ഫോൺ വെച്ചു. അവന്റെ ഇങ്ങനെയുള്ള ഭാവത്തിൽ അവളും ചിരിച്ചു പോയി. പിറ്റേ ദിവസം പതിവ് പോലെ ഭക്ഷണം കഴിഞ്ഞ് കഫ്തീരിയിലിരിക്കുകയാണ് ഭദ്രയും മാളും. ഹ, കുറെ നേരമായാലും മാളു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താണെന്ന് വെച്ചാൽ പറയടി. എടി, അതേ, അതുണ്ടല്ലോ. ഏതുണ്ടല്ലോ? പിന്നെയും തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കടി കോപ്പേ. സായികിട്ട് ഭദ്ര അലറി. മാളു എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ അവളുടെ അടുത്ത് ഇടുന്ന ചെയർ വലിച്ചിട്ട് സഞ്ജു ഇരുന്നു. ആ, ഇതാര്? സഞ്ജു ഏട്ടനോ? ഭദ്രേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു സംസാരിച്ചു തുടങ്ങി. പറഞ്ഞു കേട്ടാ. ഞാനും മാളും ഇഷ്ടത്തിലാണ്, സഞ്ജു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. എന്താ? ഭദ്ര ഒന്ന് അമ്പരന്നു. നിങ്ങൾ ഇഷ്ടത്തിലാണെന്നോ? രണ്ടുപേരും തലകുലുക്കി. എന്ന് തുടങ്ങി? കുറച്ചായി, മാളു മറുപടി അറിഞ്ഞു. അടി പാവി, എന്നോടൊരു വാക്ക് നിനക്ക് പറയാൻ തോന്നിയോടി. എന്നിട്ട് എന്തായിരുന്നല്ലോ അവളുടെ ഒരു പെർഫോമൻസ്? അത് പിന്നെ മാളു ഒരു അവിഞ്ഞ ചിരിവാസാക്കി. ഇത് പറയാനാണോ നീ തപ്പിക്കളിച്ച്? സന്തോഷമുള്ള കാര്യമില്ലടി ഇത്. ഭദ്രയുടെ വിടുന്ന മുഖം കാണെ മാളുവിനും സഞ്ജുവിനും സന്തോഷമായി. രണ്ടുപേരുടെയും വീട്ടിലറിയോ? ഇല്ല, പറയണം. സഞ്ജുവാണ് മറുപടി നൽകിയത്. എങ്കിൽ നിങ്ങൾ സംസാരിക്കും, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്.
ഭദ്ര പോവാനൊരുങ്ങി. ഭദ്രെ, തന്നെ രുദ്രൻ വിളിക്കുന്നുണ്ട്. ആ, ഞാൻ കണ്ടോളാം. രുദ്രന്റെ ക്യാബിന് മുമ്പിലെത്തി ഭദ്ര അവൾ ഡോറ് നോക്ക് ചെയ്തു. യെസ്, കമിങ്. ആള് നല്ല ഗൗരവത്തിലാണല്ലോ. വലിഞ്ഞു മുറിയ മുഖത്തോടെ ലാപ്പിൽ വർക്ക് ചെയ്യുന്ന രുദ്രനെ നോക്കി ഭദ്ര ഓർത്തു. ഹാവ് യുവർ സീറ്റ് മിസ് ദേവപുത്ര, കടുപ്പത്തോടെ രുദ്രൻ പറഞ്ഞു. ഭദ്ര ഇരുന്ന രുദ്രൻ ലാപ്പ് അടിച്ചു വെച്ച് ഭദ്രയെ നോക്കി. ആക്ച്വലി എന്താ തന്നെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? പുരികൻ ചൊളിച്ച് ഭദ്രയും തിരിച്ചു ചോദിച്ചു. പ്രശ്നമില്ലെങ്കിൽ എന്തിനാ അടുത്ത മാസമുള്ള മുഹൂർത്തത്തിൽ കല്യാണം വേണ്ട, 6 മാസം കഴിഞ്ഞു മതി എന്ന് പറഞ്ഞ്? അത് പിന്നെ ഭദ്രയൊന്നും പരിങ്ങി. ഇനിയും തനിങ്ങനെ വിശ്വാസമല്ലേ? തികഞ്ഞ ഗൗരവത്തിൽ രുദ്രൻ ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല, ഭദ്ര തിടുക്കത്തിൽ പറഞ്ഞു. Then tell me, what's your problem? അത് പിന്നെ വേണ്ട, കൂടുതൽ തപ്പിത്തടേണ്ട. ഇപ്പൊ കല്യാണം നടത്താനുള്ള ഫുൾ ഫണ്ട് മാഡത്തിന്റെ കയ്യിലില്ല, അതല്ലേ തന്റെ പ്രശ്നം? രുദ്രൻ മുറുകിയ സ്വരത്തോട് ചോദിച്ചു. തന്റെ മനസ്സ് വായിച്ചെറിഞ്ഞ പോലെയുള്ള രുദ്രന്റെ പറച്ചിൽ ഭദ്ര ശരിക്കും അമ്പരന്നു. രുദ്രന്റെ കൂർത്ത നോട്ടം സഹിക്കാനാവാതെ ഭദ്ര മുഖം കുനിച്ചു. ദേവാ, ലുക്ക് അറ്റ് മീ. താനൊരു കാര്യം മനസ്സിലാക്കണം. തന്റെ മാത്രം കല്യാണമാണോ നടക്കുന്നത്? ഞാനല്ലേ തന്നെ സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് താനതോർത്ത് വേവലാതിപ്പെടണ്ട. കല്യാണം അടുത്ത മാസം നടക്കും. നടക്കില്ല. ഭദ്ര ചാടി എഴുന്നേറ്റു. ശരി, ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്നില്ല, നമ്മൾ നടത്തുന്നു. മനസ്സിലായില്ല? നമ്മുടെ കല്യാണത്തിന്റെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഷെയർ ചെയ്യാം. ഭദ്രയുടെ മുഖം ഒന്ന് അയഞ്ഞിട്ടുണ്ട്. എടോ, നമ്മളിനി ഒന്നല്ലേ, സോ ഷെയറിങ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പൊ നെക്സ്റ്റ് മന്ത് ഫിക്സ് ചെയ്യുന്നു. ഇനി ഇതിന് മാറ്റമില്ല, മാറ്റം ഉണ്ടാവരുത്. ഒരു താക്കീതോടെ രുദ്രൻ പറഞ്ഞു. ഭദ്രയും വേറെ വഴിയില്ല സമ്മതം മൂളി. അപ്പോഴാണ് ഡോറ് നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടത്. കമിങ്, രുദ്രൻ പറഞ്ഞു. ഒരാൾ ഭക്ഷണവുമായി വന്നു. ഇതുവരെ കഴിച്ചില്ലേ? സമയം 1:30 ഭദ്ര ഒരു അമ്പരപ്പോടെ ചോദിച്ചു. കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നുള്ളൂ, കൈ കഴുകിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയ രുദ്രൻ കാണുന്നത് തനിക്കായി ഭക്ഷണം വിളമ്പുന്നവളെയാണ്. ആ കാഴ്ച രുദ്രന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിയിച്ചു. രുദ്രൻ പതിയെ ചെന്ന് ഭദ്രയെ പിന്നിലൂടെ പുണർന്നു. ഭദ്രയൊന്ന് സ്റ്റെക്കായി. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. എന്താ ഇത്? വിട്ട് വന്ന് ഭക്ഷണം കഴിക്കേ. എപ്പോഴാ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു? ആളുകളെ പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ടാൻ ചോദിച്ചു. 2 o'clock അവൾ പതിയെ പറഞ്ഞു. അപ്പൊ ടൈമുണ്ട്, ഇവിടെ ഇരിക്കാവോ? അവന്റെ അത്രയും പതിഞ്ഞ സ്വരത്തിൽ അവൾക്കൊന്ന് മൂളാനേ കഴിഞ്ഞുള്ളൂ. രുദ്രൻ അവളെ പിടിവിട്ടുകൊണ്ട് ചെയറിലേക്ക് ഇരുന്നു. ആ കാരണം കൊണ്ടാണ് ഞാൻ 6 മാസം കഴിഞ്ഞ് കല്യാണം മതിയെന്ന് പറഞ്ഞെന്ന് എങ്ങനെ മനസ്സിലായി? കൗസ്തുഭത്തിലെ രുദ്രദേവന് പല കാര്യങ്ങളും പറയാതെ അറിയാൻ കഴിവുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവനൊരു കുറുമ്പോടെ ചോദിച്ചു. ഓ അങ്ങനെ, അവളൊന്ന് പുച്ഛിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ രുദ്രന്റെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഇത് എവിടെ വെച്ചു? അവൻ ടേബിളെല്ലാം പരതി, പക്ഷെ കണ്ടെത്താനായില്ല. റിംഗ് ചെയ്ത് തീരവേ ഭദ്രക്ക് ഫോൺ വാഷ് ബേസിന്റെ കൗണ്ടർ ടോപ്പിൽ നിന്ന് കിട്ടി. എല്ലാം അറിയുന്ന ആൾക്ക് കൃത്യമായിട്ടൊരു സാധനം എടുത്ത് വെക്കണമെന്ന് അറിയില്ലാവോ? കിട്ടിയ അവസരം പാഴാക്കാതെ ഭദ്ര കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് ഫോൺ അവന് നൽകി. ഭദ്രൻ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഫോൺ വാങ്ങി ഡയൽ ചെയ്തു. ഒരു ചെവിയിൽ ഫോൺ വെച്ച് സംസാരിച്ചുകൊണ്ട് അവൻ കൈ കഴുകി. ടവലിലേക്ക് കൈ നീളവേ അവനൊരു കുസൃതി തോന്നി. ഫോണിൽ എന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരുന്ന ഭദ്രയുടെ ഇടുപ്പിൽ കുത്തിവെച്ചിരുന്ന മുന്താണിയെടുത്ത് അവൻ കൈ തുടച്ചു. ഇത്തരത്തിലൊരു ആക്രമണം ഭദ്രയും പ്രതീക്ഷിച്ചില്ല. കോൾ കെട്ടി ഇത് പഴയതുപോലെ മുന്താണി തിരികെ ഭദ്രയുടെ ഇടുപ്പിലേക്ക് അവൻ കുത്തിവെച്ചു. ഭദ്രയൊന്ന് പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ഏങ്ങി. ആദ്യം ഭക്ഷണത്തിന് പറച്ചിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പ്രവൃത്തിയും തുടങ്ങിയോ? രുദ്രന്റെ കയ്യിൽ ചെറുതായി തള്ളിക്കൊണ്ട് ഭദ്ര കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അതെന്ത് പറച്ചില്ല ആംഗ്രി ബേർഡ്? താനല്ലേ ഇപ്പൊ പറഞ്ഞത് എടുത്തെടുത്ത് തന്നെ വെക്കണമെന്ന്? ഞാൻ തന്നെ അനുസരിച്ചല്ലേ ഇടൂ. ഒരു കള്ളച്ചിരിയോടെ രുദ്രൻ പറഞ്ഞുകൊണ്ട് ഭദ്രക്കടുത്തേക്ക് ചായവേ വീണ്ടും ഡോറിൽ ആരോ നോക്ക് ചെയ്തു. അകത്തേക്ക് ഒരു അനുമതി കിട്ടിയതും ചാന്ദിനി വന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ദേവ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ. താൻ വന്നിട്ടും പോകാൻ നിൽക്കുന്ന ഭദ്രയെ നോക്കി ഒരു മുഷിച്ചിലൂടെ ചാന്ദിനി പറഞ്ഞു. ലുക്ക് മിസ് ചാന്ദിനി, യു കാൻ ഐദർ കോൾ മീ രുദ്രദേവ് ഓർ സർ. പിന്നെ പറയാൻ വന്ന കാര്യം അത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധമുള്ളതല്ലേ? അത് ഭദ്ര കേട്ടെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. ഗോ ഹെഡ്. തന്റെ റിവോൾവിംഗ് ചെയറിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് അവൻ ആജ്ഞാപിച്ചു. നെക്സോറ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായി ചേർന്ന് ഒരു 2 days വരുന്ന സ്റ്റഡി വർക്ക്ഷോപ്പ് നടത്തിയേക്കൊള്ളാന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കണമായിരുന്നു. ഞാൻ അങ്കിളിനോട് ചോദിച്ചപ്പോൾ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. ശരി, നാളെ ഈവനിങ് ഒരു മീറ്റിംഗ് വിളിക്കാം. ഞാൻ മാത്രം തീരുമാനമെടുത്താൽ പോരല്ലോ, എല്ലാ ഫാക്കൽറ്റീസിൻ്റെ അഭിപ്രായം അറിയണം. സോ ടുമോറോ 4:30 വി ക്യാൻ ഡിസ്കസ്. സർ, അത് നോ മോർ ആർഗ്യുമെന്റ്. ഡു വാട്ട് ഐ സെഡ്. ലീവ് നൗ. പിന്നെയും ചാന്ദിനി എന്തോ പറയാനാഞ്ഞതും രുദ്രന്റെ ആജ്ഞ വന്നിരുന്നു. യെസ് സർ, ഞാനും പോകുന്നു, 2 മണിയാവറായി, ഭദ്രയും പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് വിളിക്കുന്നേ. രുദ്രന് വിടാൻ ഭാവമില്ല. അത് നമുക്ക് കല്യാണം കഴിഞ്ഞ് ആലോചിക്കാം. അതും പറഞ്ഞ് ഭദ്ര ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ദിവസം 4:30 മീറ്റിങ്ങിനായി എല്ലാവരും എത്തിച്ചേർന്നു. ഈ കഴുതൊക്കെ ഇത് എന്തിൻ്റെ കേടാ? ഈ മീറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ ചിക്കിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്താ ഞാൻ. ഇവിടെ ഈ കഥാപ്രസംഗം ഇല്ലായിരുന്നെങ്കിൽ ബർഗറും തന്നെ ഇരിക്കേണ്ട ഞാനാ. ദൈവത്തിനാണ് ഈ മീറ്റിംഗ് വെറുതെ ആയാൽ ഈ മറുതെൻ്റെ വായിരിക്കുന്ന കേൾക്കും.
ഇന്ന് എന്ത് വഴിയായിട്ടാണോ വരവ്? ഇവളുടെ ഈ ഓവർ കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ട്. ചാന്ദിനിയെ കണ്ടപാടെ മാളു ഭദ്രയോട് രഹസ്യമായി പറഞ്ഞു. നോക്കാടി, യു ക്യാൻ സ്റ്റാർട്ട് മിസ് ചാന്ദിനി. എല്ലാവരും എത്തിച്ചേർന്ന രുദ്രന്റെ ശബ്ദയോടെ മുഴങ്ങി. നെക്സോറ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് 2-ഡേ കോർപ്പറേറ്റ് എക്സ്പോസർ പ്രോഗ്രാം എന്ന സ്ലൈഡ് പ്രസന്റേഷൻ സ്ക്രീനിൽ തെളിഞ്ഞു. ചാന്ദിനി സംസാരിച്ചു തുടങ്ങി. ഗുഡ് ഈവനിങ് ഓൾ. ഞാനിവിടെ വളരെ ഇന്നോവേറ്റീവായ ആശയം പങ്കുവെക്കാനാണ് വന്നത്. നെക്സോറ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് കൊച്ചി ആസ്ഥാനമായുള്ള ഒരു പ്രമുഖ ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനമാണ്. അവർ നമ്മുടെ CA എൻ്റർ സ്റ്റുഡൻസിനായി 2 ദിവസത്തെ പ്രൊഫഷണൽ വർക്ക്ഷോപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. അവൾ സ്ലൈഡുകൾ മുന്നോട്ട് മാറ്റി. ലേണിംഗ് മീറ്റ്സ് ലേഷർ എന്ന ബ്രോഷർ അവൾ ഓപ്പൺ ചെയ്തു. ആധുനിക ഓഫീസ് ചിത്രങ്ങൾ, ട്രെയിനിങ് സെഷനുകൾ എല്ലാം തെളിഞ്ഞു വന്നു. ചാന്ദിനി പിന്നെയും തുടർന്നു. വിദ്യാർത്ഥികൾക്ക് കോർപ്പറേറ്റ് ഫൈനാൻസ്, റിസ്ക് അനലൈസിസ്, ക്ലയന്റ് മാനേജ്മെന്റ്, പ്രൊഫഷണൽ എത്തിക്സ് എന്നിവയുടെ യഥാർത്ഥ പരിചയം നൽകുന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ക്ലാസ് റൂം പഠനത്തെയും യഥാർത്ഥ തൊഴിൽ ലോകത്തെയും അന്തരം കുറക്കാൻ ഇത് സഹായിക്കും. കൂടാതെ കുട്ടികൾ മോഡേൺ പ്രോഫിറ്റ് കൾച്ചറിനെ കുറിച്ചും ബോധവാന്മാരാവും. അവരുടെ പ്രപ്പോസൽ പ്രകാരം പൂർണ്ണ ചെലവ് അവർ വഹിക്കും. ട്രാൻസ്പോർട്ട്, താമസം, ഭക്ഷണം എല്ലാം. വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങളും നൽകും. ഇതൊക്കെ അവരുടെ CRS സ്കീമിന്റെ ഭാഗമാണ്. നമ്മുടെ സ്റ്റുഡൻസിന് ഇത്തരം എക്സ്പോഷർ ലഭിക്കുന്നത് നല്ല കാര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ഓൾ. മിസ് ചാന്ദിനി, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവസരം ഇന്റർ സ്റ്റുഡൻസിന് മാത്രം നൽകുന്നത്? ലെറ്റ് ഫൗണ്ടേഷൻ ആൻഡ് ഫൈനൽ ലെവൽ സ്റ്റുഡൻസ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡ് ഇൻ ദാറ്റ്. രുദ്രന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചാന്ദിനി പ്രതീക്ഷിച്ചില്ലെന്ന് അവളുടെ മുഖത്ത് നിന്ന് വ്യക്തമാണ്. അത് സർ, എന്താണ് മേഡം വല്ല വിയർക്കുന്നുണ്ടല്ലോ? AC-യുടെ ടെമ്പറേച്ചർ ഓർക്കണം. ദാ വെള്ളം കുടിക്കേ. നിന്ന് വിയർക്കുന്ന ചാന്ദിനിക്ക് ഒരു ഗ്ലാസ് വെള്ളം നീട്ടിക്കൊണ്ട് മാളു പറഞ്ഞു. ചിക്കിങ്ങിന് പോകാൻ പറ്റാത്ത ദേഷ്യം മാളു ഇങ്ങനെ തീർക്കുകയാണ്. കമോൺ ചാന്ദിനി, ടെൽ മീ. സോറി ഫോർ ദി ഇന്ററപ്ഷൻ സർ. ചാന്ദിനി മേഡം ആൻസർ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞാൽ മതിയോ? ഭദ്രയുടെ സ്വരം ഉയർന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ അവളുടെ നേരെയാണ്. യു ക്യാൻ മിസ് ദേവഭദ്ര. ഇതൊരു ചതിയാണ്. സ്റ്റഡി വർക്ക്ഷോപ്പ് എന്ന വ്യാജേന കുട്ടികളെ അവിടെ എത്തിക്കുകയും അവർ പറഞ്ഞ വിധത്തിലുള്ള സൗകര്യങ്ങൾ നൽകുകയും കുട്ടികളുടെ വിശ്വാസം പിടിച്ചുപറ്റുകയും ചെയ്യുന്നു. പ്രോഗ്രാം വളരെ പ്രൊഫഷണലായി നടക്കുകയും അവസാന ദിവസം ഇത് ഔദ്യോഗികമായി രേഖപ്പെടുത്താനുള്ള അക്നോളജ്മെന്റ് ഫോമാണെന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് പല ഫോം ഫിൽ ചെയ്യിപ്പിച്ച് സൈൻ മേടിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ വിശ്വസിച്ച് അവർ ഒപ്പിടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ആ ഫോം ഫിൽ ചെയ്ത് സൈൻ ചെയ്യുന്നതിലൂടെ കുട്ടികൾ ഇന്റർ ലെവൽ പാസ്സായതിനു ശേഷം നെക്സോറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന്റെ സമ്മതപത്രമാണ് അവിടെ പൂർണ്ണമാവുന്നത്. ഇന്റേൺഷിപ്പ് തുടങ്ങി 2 മാസം കഴിയുമ്പോൾ യാഥാർത്ഥ്യം കുട്ടികൾക്ക് മനസ്സിലാവും. അവർക്ക് നൽകുന്ന ഡാറ്റ എൻട്രി, ബില്ലിംഗ്, ബുക്ക് കീപ്പിംഗ് പോലുള്ള ആവർത്തന ജോലികൾ ഒരു CA പോലും നേരിട്ട് ഗൈഡ് ചെയ്യില്ല. വാഗ്ദാനം ചെയ്ത സ്റ്റൈപ്പൻഡ് വൈകിക്കുകയും പിന്നീട് പെർഫോമൻസ് അലവൻസ് എന്ന പേരിൽ പകുതിയായി കുറയ്ക്കുകയും ചെയ്യുന്നു. സൈൻ ചെയ്ത NDA കരാറിലൂടെ അവർക്ക് ശബ്ദമുയർത്താൻ പോലും ഭയമുണ്ടാക്കുന്നു. ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇതിനെതിരെ ശബ്ദമുയർത്തുകയോ തുടർന്ന് വരാതിരിക്കുകയോ ചെയ്ത HR-ന്റെ ഭീഷണി വേറെ. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് ലഭിക്കില്ല, എക്സിറ്റ് ഫീ അടക്കണം. അങ്ങനെ കമ്പനി ചില വിദ്യാർത്ഥികളെ ഫ്രീലാൻഡ് കൺസൾട്ടന്റായി രേഖപ്പെടുത്തുന്നു. ഇതിലൂടെ നിയമപരമായ ആനുകൂല്യങ്ങളും ആർട്ടിക്കിൾഷിപ്പ് ക്രെഡിറ്റ് ഒഴിവാക്കുന്നു. ഒരു മുതിർന്ന CA പേരിൽ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകളും ഒപ്പിടുന്നു. വിദ്യാർത്ഥികൾക്ക് തീരാത്ത ജോലി. ഒടുവിൽ പലരുടെ ആർട്ടിക്കിൾഷിപ്പ് കാലാവധി നഷ്ടമാകുന്നു. പരീക്ഷാവേളയും വൈകുന്നു. ഈ ഒരു ട്രാപ്പിൽ അവരെ കൊണ്ടുവന്ന് പെടുത്തിയെന്ന പഴി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും. പ്രസന്റേഷൻ സ്ക്രീനിൽ അവസാനമായി തെളിഞ്ഞ സ്ലൈഡ് ഭദ്ര വായിച്ചു. ബിൽഡിംഗ് ഫ്യൂച്ചർ ലീഡേഴ്സ് വിത്ത് നെക്സോറ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. ഭാവിയിൽ ലീഡേഴ്സിനെ അല്ല, അടിമകളെയാണ് അവർ വാർത്തെടുക്കുന്നത്. എന്താണ് ചാന്ദിനി മേഡത്തിന് നെക്സോറ നൽകിയ ഓഫർ? ലാക്സ് ഓർ ക്രോസ്? ഹാവ് സം ഷെയിം ഓൺ യുവർ സെൽഫ്സ്. ഭദ്ര പറഞ്ഞിരുത്തിയതും എല്ലാ കണ്ണുകളിലും അമ്പരപ്പ് നിറഞ്ഞു. നോ, ഈ പറയുന്നതെല്ലാം നുണയാണ്. സ്വബോധം വീണ്ടെടുത്ത് ചാന്ദിനി അലറി. ഷട്ടപ്പ്. ഭദ്രയുടെ ശബ്ദം മുഴങ്ങി. ഭദ്ര ഒരു പെൻ ഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തും ഭദ്ര പറഞ്ഞെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്ന രേഖകളും പ്രസന്റേഷൻ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. സത്യനാഥന്റെ കടുപ്പിച്ചുള്ള നോട്ടത്തിന് മുമ്പിൽ വിളറി വെളുത്ത് നിൽക്കാനേ ചാന്ദിനിക്കായുള്ളൂ. അങ്കിൽ ഞാൻ എന്തോ പറയാൻ തുടങ്ങിയതും ചാന്ദിനിയുടെ മുഖമടച്ചൊരടിയായിരുന്നു സത്യനാഥന്റെ മറുപടി. ചാന്ദിനി പുറത്തേക്ക് നടക്കാവുന്ന രുദ്രൻ പറഞ്ഞു. സത്യനാഥ് സർ, ഇന്ന് തന്നെ ചാന്ദിനിയെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള റെസൊല്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്സാക്കിയിരിക്കണം. രുദ്ര, അത് സത്യനാഥ് എന്തോ പറയാൻ തുടങ്ങിയതും രുദ്രൻ കൈയുയർത്തിക്കൊണ്ട് തടഞ്ഞു. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ചാന്ദിനി. ആരെങ്കിലും ഒരാളിനെ ഇവിടെ തുടരും. സാറിന് തീരുമാനിക്കാം. വേറെ വഴിയില്ലാതെ സത്യനാഥും ചാന്ദിനിയുടെ ടെർമിനേഷൻ അനുകൂലിച്ചു. മീറ്റിംഗ് പിന്നെയും തുടർന്നു. കുട്ടികൾക്കായി വേറെന്ത് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന എല്ലാവരുടെയും ചിന്ത. എനിക്കൊരു ആശയമുണ്ട്. നമ്മുടെ കുട്ടികൾ അടുത്തുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോയാലോ? ടെക്സ്റ്റ് ബുക്കിലും പുറമേയും പ്രോഫിനെ കുറിച്ച് മാത്രം പഠിക്കാതെ ഹ്യൂമാനിറ്റി എന്താണെന്ന് കൂടി അറിഞ്ഞവർ വളരട്ടെ, ഭദ്ര പറഞ്ഞു. ഭദ്രയുടെ ഈ ആശയം എല്ലാവരെയും ആകർഷിച്ചു. മിസ്സിന് അറിയാവുന്ന ഏതെങ്കിലും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയൂ, സത്യനാഥ് പറഞ്ഞു. ഒരു 48 കിലോമീറ്റർ മാറി അനന്തപുരി എന്ന സ്ഥലത്ത് ഒരു ട്രസ്റ്റ് ഉണ്ട്, തണൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ. രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഭദ്ര അത് പറഞ്ഞത്. എങ്കിൽ പിന്നെ നമുക്കത് ഫിക്സ് ചെയ്യാം അല്ലേ രുദ്ര? സത്യനാഥ് ചോദിച്ചു. യാ, രുദ്രനും പറഞ്ഞു. എല്ലാവരും ഭദ്രയെ അഭിനന്ദിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ രുദ്രനും ഭദ്രയും മാത്രം അവശേഷിച്ചു. അപ്പൊ എങ്ങനെയാ, അനന്തപുരിക്ക് സാറും വരില്ലേ? യാ ഷുവർ. തന്റെ പതർച്ച മറച്ചു വെച്ചുകൊണ്ടാവും പറഞ്ഞു. വരാതിരിക്കുന്നതാവും നല്ലത്. ഇയാളെപ്പോലെ അഭിനയിക്കാൻ അവിടെയുള്ളവർക്ക് അറിഞ്ഞെന്ന് വരില്ല. തണൽ ഫൗണ്ടേഷന്റെ സ്ഥാപകനും അവിടെയുള്ള പാവപ്പെട്ട അച്ഛനന്മാരുടെ പൊന്നോവന പുത്രനെയും കണ്ടാൽ അവര് രുദ്രൻ കുഞ്ഞെന്ന് വിളിച്ച് ഓടിയെത്തും.
ഒരു കുറുമ്പോടെ ഭദ്ര പറഞ്ഞു നിർത്തിയതും രുദ്രൻ ശരിക്കും അമ്പരന്നു. തനിക്കും സഞ്ജുവിന് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ഇവളിതെങ്ങനെ അറിഞ്ഞു? അവൻ ചാടി എണീറ്റു. തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയവളുടെ കൈ പിടിച്ചു വലിച്ചതും അവൾ ആ ദൃഢമായ നെഞ്ചിൽ തട്ടി നിന്നു. അവളെ ഇടുപ്പിലൂടെ തന്നോട് ഒന്നുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു, താനിതൊക്കെ എങ്ങനെ അറിഞ്ഞു? കൗസ്തുഭത്തിലെ രുദ്രദേവിന്റെ ഭാര്യയാവാൻ പോകുന്നവൾക്കും ചിലതൊക്കെ പറയാതറിയാൻ കഴിവുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഭദ്രയും വിട്ടുകൊടുത്തില്ല. ദേവാ, അവനൊന്ന് നീട്ടി വിളിച്ചു. പറയടൂ. അങ്ങനെ ഇപ്പൊ അറിയണ്ട. ഓഹോ, അവ നാ പറയില്ല? ഇല്ല. അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവന്റെ മുടിയൊന്ന് ഉലച്ചുകൊണ്ട് കുറുമ്പോട് അവൾ പറഞ്ഞു. രുദ്രന്റെ മുഖം താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടുകളെ കവർന്നെടുക്കാനാഞ്ഞതും അവൾ പൊടുന്നതിനെ അവന്റെ ചുണ്ടുകൾ കൈകൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട മോനെ, ഇതൊന്നും അത്ര നല്ലതിനല്ല. തണൽ ഫൗണ്ടേഷനെ പറ്റി എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു നിർധന കുടുംബത്തിലെ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തിരിക്കുന്നത് ഇതേ ഫൗണ്ടേഷനാണ്. അങ്ങനെയാ ഒരിക്കൽ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച് വന്നപ്പോൾ അവിടുത്തെ അച്ഛനന്മാർക്ക് രുദ്രൻ കുഞ്ഞിനെ പറ്റി മാത്രമേ പറയാനുണ്ടായിട്ടുള്ളൂ. എനിക്കൊരു സംശയം തോന്നിയാണ് ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്ത്. പിന്നെ ആ പ്രൊജക്റ്റിന്റെ കാര്യം, എൻ്റെ ഫ്രണ്ട് ഒരാളുടെ നെക്സോറയിൽ, ആളൊരു ചിന്ന ഡിറ്റക്റ്റീവാ. അങ്ങനെ കിട്ടിയതാ ആ ഡീറ്റെയിൽസ് ഒക്കെ. എന്നാൽ ഇത്ര പെട്ടെന്ന് പറയണ്ടായിരുന്നു ദേവ. എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോതിച്ചിട്ട് മതിയായിരുന്നു. പിന്നെ കുറുമ്പോട് അവളിലേക്ക് ചായാനൊരുങ്ങവേ ഡോർ തുറന്ന് സഞ്ജു വന്നു. ഓഹോ, എന്താ ഇവിടെ? കല്യാണം കഴിയുന്നവരെ സ്പർശനെ പാപം ദർശനെ പുണ്യെന്നാ വിടാവടക്കേ അവളെ. താങ്ക്സ് സഞ്ജു ഏട്ടാ. കിട്ടിയ ഗ്യാപ്പിൽ രുദ്രന്റെ കൈപ്പിടിയിൽ നിന്ന് ഓടിക്കൊണ്ട് അവൾ വിളിച്ചു പോയി. അടുത്ത ആഴ്ച തന്നെ സ്റ്റുഡൻസിനെല്ലാം കൂട്ടി അവർ അനന്തപുരിക്ക് പുറപ്പെട്ടു. കേവലം വൃദ്ധസാധനത്തിന്റെ യാതൊരു ഫീലിംഗും ഇല്ലാത്തൊരു സ്ഥലം. കുറെ വൃദ്ധരായ അച്ഛനമ്മമാർ സന്തോഷത്തോടെ താമസിക്കുന്ന ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണ് തണല്. തങ്ങളുടെ കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കുട്ടികൾക്കും അതേപോലെ തന്നെ. തിരിച്ചു പോരാൻ നേരം പരസ്പരം പിരിയാൻ ഇരു കൂട്ടർക്കും വല്ലാത്തൊരു വിഷമമായിരുന്നു. ഈ സ്ഥലം തെരഞ്ഞെടുത്തതിന് സത്യനാഥ് ഭദ്രയെ അഭിനന്ദിക്കുകയും ചെയ്തു. ദിവസങ്ങൾ ഓടിമറഞ്ഞു. ഇന്നാണ് കല്യാണം. സർവാഭരണ വിഭൂഷിതയായി കടും ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയും ചുറ്റി താലത്തിന്റെ അകമ്പൊടിയോടെ നടന്നു വരുന്നവളെ കണ്ണെടുക്കാതെ രുദ്രൻ നോക്കി നിന്നു. റെഡിഷ് മെറൂൺ നിറത്തിലുള്ള കുർത്തയും കസവും കൊണ്ട് ഉടുത്തിരിക്കുന്നവനൊരു ചിരിയോടെ അവൾ മുറ്റുനോക്കി. എല്ലാവരുടെയും ആശീർവാദത്തോടെ രുദ്രദേവ് ദേവഭദ്രയുടെ കഴുത്തിൽ താലി ചാർത്തി. രുദ്രൻ ഭദ്രയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ അവളുടെ മനസ്സിലൊരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നുള്ളൂ. മരണം വരെ ഈ താലിയും സിന്ദൂരവും തന്നിൽ ഉണ്ടാകണമെന്ന്. പുടവ കൊടുക്കലും കഴിഞ്ഞ് അഗ്നിക്ക് ചുറ്റി 7 വട്ടം വലമൊക്കെയാണ് രുദ്രനും ഭദ്രയും. 4ാമത്തെ പ്രാവശ്യം വലമക്കാൻ തുടങ്ങിയതും ഭദ്രയുടെ കൈവിടാതെ അവളെ മുന്നിലേക്ക് നിർത്തി. ഇതെന്തെന്ന മട്ടിൽ ഭദ്ര രുദ്രനെ നോക്കിയതും ബാക്കി 4 തവണ അവളെ മുന്നിൽ നടത്തി അവളുടെ പിന്നിലായി കൈ പിടിച്ച് രുദ്രൻ നടന്നു. വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി ഭദ്രക്ക്. സ്വർണം കൊണ്ട് മൂടുന്നതിനേക്കാൾ തന്നെ അംഗീകരിക്കുന്ന, തന്റെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന പുരുഷനെയാണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതവൾ എവിടെയോ വായിച്ച് എത്രയോ ശരിയാണെന്ന് ഭദ്ര ഓർത്തു. അവൾ മനസ്സാൽ മഹാദേവന് നന്ദി പറഞ്ഞു. വൈകുന്നേരത്തെ റിസപ്ഷനും കഴിഞ്ഞ് ഭദ്രയെ എല്ലാവരും ചേർന്നൊരുക്കി. കല്യാണം കൂടാൻ രുദ്രന്റെ ചേട്ടനും ഭാര്യയും മകനും വന്നിട്ടുണ്ട്. രുക്മിണി ഭദ്രയുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് നൽകി. ആരാധ്യ അവളെ മുറിയിലേക്കാക്കി. റൂം തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടു ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ ആരോടോ കാര്യമായി സംസാരിക്കുന്നവനെ. കയ്യിലെ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് റൂമിന്റെ ഭംഗി ആസ്വദിക്കുന്നവളെ രുദ്രൻ പിന്നിലൂടെ പുണർന്ന് അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു. അവൻ അവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. ഭദ്രയ്ക്കാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കാനാവാത്ത പോലെ അവൾ പൊടുന്നതിന് അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ദേവാ. അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവൻ അവളുടെ മുഖമുയർത്തി. ഇനി വിളിക്കുക. ഇന്നുവരെ കാണാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞു. ദേവേട്ടാ. അവൾ പറഞ്ഞിർത്തിയതും അവളുടെ അധരങ്ങൾ അവൻ കവർന്നെടുത്തത് ഒരുമിച്ചായിരുന്നു. അത്രമേൽ ഇഷ്ടത്തോടെ, അത്രമേൽ ഗാഠമായി അവർ ചുംബിച്ചു. ചുംബനത്തിനൊടുവിൽ അവർ ആ ബെഡിലേക്ക് ചായുമ്പോൾ എന്നോ ഒന്നായ മനസ്സിനൊപ്പം ശരീരം കൊണ്ടൊന്നാവൻ അവർ തയ്യാറെടുത്തിരുന്നു. ഏറെ നേരത്തെ പങ്കുവെക്കലിനൊടുവിൽ ഭദ്രയുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുകയാണ് രുദ്രൻ. ദേവാ. അവന്റെ ആ വിളിയിൽ അവൾ കണ്ട സ്വപ്നമോർത്തു. അവളുടെ ചൊടികൾ വിടർന്നു. തന്റെ വിളി കേട്ടിട്ടും മിണ്ടാതെ കിടക്കുന്നവളെ അവൻ മുഖമുയർത്തി നോക്കി. എന്താണ് മേഡം ഒരു ചിരിയൊക്കെ? അവളുടെ കവിളിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്താണോ പറ. അവൾ ആ സ്വപ്നത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു. നേരാണോടാ? രുദ്രന്റെ അമ്പരപ്പോട് ചോദിച്ചു. അവളൊരു ചിരിയോട് അവനെ പുറന്നു. പിന്നെ ദേവ, താൻ ഊഹിച്ചത് തെറ്റിയില്ല കേട്ടോ, എരിവുണ്ട്. വല്ലാത്തൊരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. വാഷളത്തരം പറക്കി കിടക്കുന്നുണ്ട് ദേവേട്ട. അവനെ നെഞ്ചിൽ നക്കമാഴ്ത്തി അവൾ പരിഭവിച്ചു. അവളൊരു ചിരിയോടെ അവിടെ പൊതിഞ്ഞു പിടിച്ചു. പ്രണയ സാഫല്യത്തിന്റെ നിർവൃതിയിൽ ഇരുവരും നിദ്രയെ പുൽകി. ദിവസങ്ങൾ പിന്നെയും മാറ്റമില്ലാതെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു അവരുടെ പ്രണയവും. അതിനിടയിൽ സഞ്ജുവിന്റെയും ആളുവിന്റെയും വിവാഹം കഴിഞ്ഞു. നീ വടക്ക് കുറെ നേരം നീ പുച്ഛിക്കുന്നു. ലോക്ക് എന്താണ് ഇത്ര കുഴപ്പം? സഞ്ജുവും മാളും പൊരിഞ്ഞ വഴക്കിലാണ്. സഞ്ജു പറയും ലോ ആണ് നല്ലതെന്ന്, മാള് പറയും എക്കണോമിക്സ് ആണെന്ന്.
തുടങ്ങിയ ഞാനാണോ? നിങ്ങളല്ലേ എക്കണോമിക്സിനെ പറ്റി പറഞ്ഞു തുടങ്ങിയത്? മാളു ചീറി. ഇയാൾ വലിയൊരു ലീഗൽ അഡ്വൈസർ, താൻ ആരുവാടോ സാമ്പത്തിക ശാസ്ത്രത്തെ പുച്ഛിക്കാൻ? മാളു കണ്ണുരുട്ടി. ഓ, അവിടെ ഒരു സാമ്പത്തിക ശാസ്ത്രം ആർക്ക് വേണേടിയത്? അതിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നടക്കൂ. മുഴുവൻ തിയറിയും കുറെ വർഷങ്ങളും ആർക്ക് വേണമെന്നറിയില്ല. സഞ്ജുവിനെ നിർത്തിക്കോ, അല്ലെങ്കിൽ തന്നെ ലോക്ക് ഇത്ര മാത്രമുണ്ടെങ്കിൽ ഇയാൾ എന്തിനാ പഠിപ്പിക്കാൻ വരുന്നത്? ഏതെങ്കിലും നല്ല കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആകാൻ പാടില്ലേ? നീ വടക്കേ, ഞാൻ KR ഗ്രൂപ്പ്സിന്റെ ലീഗൽ അഡ്വൈസർ അല്ലേ? സഞ്ജു കത്തിക്കയറുകയാണ്. അത് രുദ്രേട്ടൻ വേറെ വഴിയില്ലാത്തോണ്ട് നിങ്ങൾക്ക് തന്നാ. വീട്ടിലൊരു ലീഗൽ അഡ്വൈസർ ഉണ്ടാകുമ്പോൾ വേറെ ആളെ നിയമിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നാളെ രുദ്രേട്ടൻ നാണക്കേടാവും, അതുകൊണ്ടാ. അത്രയും പറഞ്ഞ് ഏറെണ്ണിട്ടും ആള് സഞ്ജുവിനെ നോക്കി. ഏൽക്കുന്നുണ്ട്. ഒരു കൊട്ടണക്കിയ മുഖം വീർപ്പിച്ചിരിക്കുന്നവനെ കാണെ മാളു മനസ്സിൽ പൊട്ടിച്ചിരിച്ചു. ആഹാ, എന്നാന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതും പറഞ്ഞ് സഞ്ജു രുദ്രനെ വിളിക്കാനൊരുങ്ങി. രുദ്രനാണെങ്കിൽ ചായ കൊണ്ടുവന്ന ഭദ്രയെ മടിയിലേക്ക് ഇരുത്തി അവളുടെ അത്തരങ്ങളിലേക്ക് അടുത്തപ്പോഴാണ് സഞ്ജുവിന്റെ കോള് വന്നത്. ഛേ, രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. ആരാ? ഭദ്ര ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു. അത് ചോദിക്കാനുണ്ടോ? നിന്റെ ആ കൊഞ്ചുവേട്ടൻ തന്നെ. ഇത്രയും ടൈമിങ്ങുള്ള വേറൊരുത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കല്യാണത്തിന് ശേഷം ഭദ്രയുടെ മനസ്സിൽ സഞ്ജുവിന് മാലാഖയുടെ രൂപമാണ്. എപ്പോഴൊക്കെ ഇതുപോലെ രുദ്രന്റെ കയ്യിൽ ചെന്ന് വിടുന്നു അപ്പോഴൊക്കെ സഞ്ജു വിളിക്കും. എടാ രുദ്ര, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. അറിഞ്ഞു തൊലക്ക്, മുഷ്ടിലൂടെ പറഞ്ഞു. ലോ ആണോ എക്കണോമിക്സ് ആണോ ഏറ്റവും നല്ലത്? അതറിയാനോടാ നീ പൊളിച്ച്? ആ അതെ, ഫോണിപ്പോ സ്പീക്കറിലാണെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് ദേവയുണ്ട്, നിന്റെ അടുത്ത് മാളും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അതാ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞേനെ. നാളെ അന്ന് എനിക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓ വേണമെന്നില്ല, സഞ്ജു ഒരു പരിഗണോടെ പറഞ്ഞു. ഇല്ലടാ, നാളത്തെ കൊണ്ട് നിന്റെ എല്ലാ സംശയം ഞാൻ മാറ്റിത്തരാം. മോളെ മാളു. എന്താ രുദ്രേട്ടാ? മോളെ, നിനക്ക് ഇവനെ കുറച്ചു കാലം കൂടി കാണുന്നുണ്ടി വിളിച്ചോണ്ട് വെക്കോ. അവന്റെ ഒരു കോപ്പിലെ സംശയം. കോള് കെട്ടായപ്പോഴേക്കും ഭദ്ര താഴേക്ക് ഓടിയിരുന്നു. ഈ മെനകെട്ടനെല്ലാം തുലച്ചു. അവൻ കെട്ടിയാണെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവും ഞാൻ കരുതി. ഈ തുരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. മാസങ്ങൾക്ക് ശേഷം ദേവാ മുഖം വീർപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ ഒരു അവസ്ഥയിൽ ഇനി ക്ലാസ് എടുക്കാൻ നീ പോകണ്ട. അവളുടെ വീർത്ത വയറിലേക്ക് നോക്കി രുദ്രൻ പറഞ്ഞു. 7 മാസം ആവുന്നില്ലേ ഉള്ളൂ, ഞാൻ പോവും. ഇന്റർവ്യൂ ബാച്ചല്ലേ ഉള്ളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. ഭദ്ര ഉറപ്പോടെ പറഞ്ഞു. നടക്കില്ല, ഡോക്ടർ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞ്. 6-7 മണിക്കൂർ ക്ലാസ് എടുത്ത് എൻ്റെ കാല് നോക്കി. നീര് വെച്ചിരിക്കുന്ന ഭദ്രയുടെ കാലിലേക്ക് അവൻ അരിവോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതൊന്നും സാരില്ലെന്നേ, ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയതുകൊണ്ടല്ലേ. ഞാൻ പൊക്കോളാം. വേറെ ആരും അവർ ക്ലാസ് എടുക്കും. എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ. പ്ലീസ്, നല്ല ദയവേട്ടനല്ലേ. അവന്റെ മടിയിൽ കയറിയുന്നുണ്ട് അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. തനിക്ക് വിശ്വാസമുള്ള ഒരാൾ വന്നാ താൻ നിർത്തുവോ? എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ രുദ്രൻ ചോദിച്ചു. യെസ്, അവൾ ഉറപ്പോടെ പറഞ്ഞു. ഓക്കെ, എങ്കിലും വാ കിടക്കാം. അവളുടെ നെറുകയിലും വയറിലും ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിറ്റേ ദിവസം ഭദ്ര ക്ലാസ് എടുക്കുകയാണ്. സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഡോർ ഒരുവൻ ക്ലാസ്സിലേക്ക് വന്നു. കുട്ടികളെല്ലാം ആരാധനയോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി പരസ്പരം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. രുദ്രൻ സാർ. രുദ്രൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവളെ നോക്കി. ഒരു പീക്കോക്ക് ഗ്രീൻ സാരി ഉടുത്ത് താൻ കെട്ടിയ താലിയും നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞ് തങ്ങളുടെ പ്രണയത്തിന്റെ അംശത്തെ ഉദരത്തിൽ പേറി നിൽക്കുന്നവൾ. ഭദ്രയോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി രുദ്രന്. സർ. ഭദ്രയുടെ വിളിയാണ് രുദ്രനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. യാ. അവൻ ക്ലാസ്സിലേക്ക് കയറി. ഗുഡ് ഈവനിങ് ഗൈസ്, സിറ്റ് ഡൗൺ. തന്നെ കണ്ട അമ്പരപ്പോടെ എഴുന്നേറ്റിരിക്കുന്ന കുട്ടികളോടായി അവൻ പറഞ്ഞു. ഞാനിവിടെ വന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഒരു ലെറ്റർ ഭദ്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. നിങ്ങളുടെ ഭദ്ര മിസ് നാളെ മുതൽ മെറ്റേണിറ്റി ലീവിലാണ്. കുട്ടികളുടെ എല്ലാം മുഖം വാങ്ങി. നോവേ, ഇവരുടെ പോർഷൻ പിന്നെ ആര് തീർക്കും? ഭദ്രയുടെ ശബ്ദമുയർന്നു. രുദ്രന്റെ ചുടികളിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. പറയണം സർ. ഭദ്രയ്ക്ക് അവന്റെ ചിരി കാണാൻ നന്നായി ദേഷ്യം വരുന്നുണ്ട്. ക്ലാസ് ഞാനെടുക്കും. CA രുദ്രദേവ് ഇസ് ദെയർ ന്യൂ അക്കൗണ്ടന്റ് ഫാക്കൽറ്റി. തന്റെ മുമ്പിൽ തലയെടുപ്പോടെ നിന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുന്നവനെ കാണാൻ ഭദ്ര ശരിക്കും ഒന്ന് പകച്ചു. ബട്ട് സർ. യാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ. പെട്ടെന്നൊരു ഫാക്കൽറ്റി ചേഞ്ച് നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ ടീച്ചിങ് കംഫർട്ടബിൾ ആണെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ നമുക്കൊരു ട്രയൽ നോക്കാം. ഇസ് ഇറ്റ് ഓക്കെ ഗൈസ്? അവൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവിടെ നിറഞ്ഞ കയ്യടിയായിരുന്നു അവന് കിട്ടിയ മറുപടി. പ്ലാറ്റ്ഫോമിൽ കിടന്ന് റിവോൾവിംഗ് ചെയർ എടുത്ത് ക്ലാസ് റൂമിന്റെ സെന്റർ സ്പേസിൽ തനിക്ക് അഭിമുഖമായിട്ട് രുദ്രൻ. ഹാവ് യുവർ സീറ്റ് മിസ് ദേവഭദ്ര. ഭദ്രയുടെ അടുത്ത് വന്നുകൊണ്ടാവും പറഞ്ഞു. കറുപ്പിച്ച് എഴുതിയ കണ്ണുകൾ കൊണ്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഉഫ്, ഈ നോട്ടാണെന്നെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സ്വയം നെഞ്ചൊന്ന് തടവി. ഡോണ്ട് യു ട്രസ്റ്റ് മീ ദേവ? അവന്റെ ആ ചോദ്യത്തിൽ വേറെ മാർഗമില്ലാതായി പോയി ഭദ്രക്ക്. അവൻ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. വളരെ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ വരെ നിസ്സാരമായി പറഞ്ഞ് മനസ്സിലാക്കുന്നവനെ കാണെ കുട്ടികൾക്ക് അവനോട് വല്ലാത്ത മതിപ്പ് തോന്നി. മുന്നിൽ നിൽക്കുന്നവരോട് ഭദ്രയ്ക്ക് വല്ലാത്തൊരു ആരാധനയും പ്രണയവും തോന്നി. എനി ഡൗട്ട്സ്? ഒരു ടോപ്പിക് എടുത്തതിനു ശേഷം അവൻ ചോദിച്ചു. നോ സർ. കുട്ടികളുടെ ശബ്ദം അവിടെ ഉയർന്നു. സോ വി ക്യാൻ പ്രൊസീഡ് ദിസ് അല്ലേ? ഭദ്രയുടെ മുന്നിൽ വന്നിരുന്നുണ്ടായിരുന്ന അവന്റെ ചോദ്യം.
കുട്ടികളുടെ കൈയടികൾക്ക് ഭദ്രയുടെ ചുടികളും ഒന്ന് വിടർന്നു. ക്ലാസ് കഴിഞ്ഞ് ഭദ്രയുടെ കൈ പിടിച്ച് സന്തോഷത്തോടെ നടന്നു പോകുന്ന രുദ്രനെ കണ്ടതും ചാന്ദിനി അറിയാതെ അവളുടെ ഇടത്തേക്ക് അവളൊന്ന് തടവി. അന്ന് ആ പ്രസന്റേഷൻ നടത്തിയ ദിവസത്തിന് പിറ്റേന്ന് ടെർമിനേഷൻ ലെറ്റർ മേടിക്കാൻ ചെന്നപ്പോൾ രുദ്രൻ അവളെ തടഞ്ഞു നിർത്തി. മിസ് ചാന്ദിനി, ഇത് ഇവിടെ കൊണ്ട് നിർത്തിയാൽ തനിക്ക് നല്ലത്. അല്ല, ഇതിന്റെ പേരും പറഞ്ഞ് ഭദ്രക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്റെ വേറൊരു മുഖം താൻ കാണും. മൈൻഡ് ഇറ്റ്. ഓ അതെന്താ സാറേ, ഭദ്രയ്ക്ക് എന്തെങ്കിലും പറ്റിയ സാറിനെന്താ? അവളിൽ അത്രക്കങ്ങ് മയങ്ങി വീഴാൻ എനിക്കില്ലാത്ത എന്താ അവൾക്കുള്ളത്? ചാന്ദിനി പറഞ്ഞു നിർത്തിയതും മുഖമടച്ചൊരടിയായിരുന്നു രുദ്രന്റെ മറുപടി. അവൾ എന്റെ പെണ്ണ. മേലാൽ നിന്റെ പുഴുത്ത നാവ് കൊണ്ട് ദേവ എന്തെങ്കിലും പറഞ്ഞ ജീവനോടെ കാത്തിക്കുന്നു ഞാൻ പറയുന്ന രുദ്രദേവ. ദിവസങ്ങൾക്കകം നെക്സോറ എന്ന കൺസൾട്ടിംഗ് ഗ്രൂപ്പ് നിലനിന്നിരുന്നു എന്ന് പോലും പറയാൻ പറ്റാത്തവണ്ണം അതും തുടച്ചു മാറ്റിയിരുന്ന രുദ്രൻ. രാത്രി രുദ്രന്റെ നെഞ്ചിൽ തലയാഴ്ചയിരിക്കുകയാണ് ഭദ്ര. അപ്പോഴാണ് സഞ്ജുവിന്റെ കോള് വന്നത്. എടാ വെടക്കെ, നിനക്ക് കണ്ണിച്ചോരയുണ്ടോ? എന്തിനാണോ പറഞ്ഞിട്ട്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ പോയിന്റ് എല്ലാ മീറ്റിംഗിലും ഇനി ഞാൻ പോകണല്ലേ? അതുമല്ല, കമ്പനിയിൽ പോയി കാര്യങ്ങളെല്ലാം നോക്കി സാറിന് ഒപ്പിടാനുള്ള ഫയൽസ് ഞാൻ അവിടെ കൊണ്ടുതരണം. അല്ലേടാ, ഞാൻ പോവില്ല. നീ പോവില്ലേ? രുദ്രന്റെ സ്വരം കടുത്തു. എടാ, എന്റെ അവസ്ഥ നിന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ മാസം ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്താ, അതാണ്ട് വെള്ളത്തിലാക്കിയത്. നിന്നോടൊക്കെ ദൈവം ചോദിക്കടാ. ഓ, ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. നീ ഇപ്പൊ ഒരു ട്രിപ്പിന് പോകുന്നില്ല, അടുത്ത മാസം പോയാൽ മതി. അപ്പോഴെങ്ങനെ ക്ലാസ് തീരും. വെച്ചിട്ട് പോടാ. രുദ്രൻ കോള് കട്ട് ചെയ്തു. ബെടക്ക്. സഞ്ജു ഫോൺ നോക്കി പിറുവിറുത്തു. കഷ്ടമുണ്ട് കേട്ടോ ദേവേട്ടാ, പാവം. എത്ര മോഹിച്ചിട്ടായിരിക്കും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഭദ്ര സഞ്ജുവിന്റെ പക്ഷം പിടിച്ചു. അയ്യോടി, ഒരു പാവം. എന്റെ എത്ര കിസ്സാവും കൊളാക്കിയെന്നറിയോ? അങ്ങനെ ആവും മാത്രം ഇപ്പൊ പോയി സുഖിക്കണ്ട. രുദ്രൻ ഒരു വിജയശ്ശേരിയോടെ പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ഭദ്ര ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. പേര് ദേവനേഷ് രുദ്രദേവ്. സഞ്ജുവും ആളും തങ്ങളുടെ കുഞ്ഞ് അതിഥിക്കായി വെയിറ്റിംഗ് ആണ്. രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് ഓഫീസ് റൂമിൽ നിന്ന് വന്ന രുദ്രൻ കണ്ടു തൊട്ടിലിൽ സുഖമായി കിടന്നിറങ്ങുന്ന കുഞ്ഞിച്ചക്കനെ. ഭദ്ര ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. അവനവളെ പുറകിലൂടെ പൊതിഞ്ഞു പിടിച്ചു. നിലാവിന്റെ വെളിച്ചത്തിൽ നെറുകയിലെ സിന്ദൂരത്തിനും കഴുത്തിലെ താലിക്കും ശോഭയേറിയതുപോലെ അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു, എന്നാലേ ഒന്ന് എരിവ് നോക്കിയാലോ? അവളൊരു പുഞ്ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അവനൊരു ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു. ഇനി അവർ സന്തോഷമായി ജീവിക്കട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരു തുടർച്ച ഉണ്ടായിരിക്കുന്നില്ല. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.